പലപ്പോഴും ബിസിനസ് സ്ഥാപനങ്ങൾ വിസിറ്റ് ചെയ്യുന്ന സമയത്തും ബിസിനസ്സുകാരുമായിട്ട് സംസാരിക്കുന്ന സമയത്തുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ പ്രശ്നമായിട്ട് കാണാറ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഓൺടർപ്രണേഴ്സ് ഒന്നും തന്നെ അക്കൗണ്ടിങ് പഠിച്ചിട്ടൊന്നുമല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം. ബിസിനസ് വളർന്ന് ഏതെങ്കിലും ഒരു സമയത്ത് ലീഗലി അതിനെ സ്ട്രോങ് ആക്കാനായിട്ടാണ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ഡേറ്റ എന്തിനു വേണ്ടിയാണ്? ബിസിനസ്സിലെ ഡേറ്റ ആവശ്യമായിട്ട് വരുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസുകൾ നടത്താനായിട്ടും അതിനെ ബേസ് ചെയ്തിട്ട് ഡിസിഷൻസ് എടുക്കാനായിട്ടുമാണ്. ഈ ഒരു ഏരിയയിൽ ഓൺടർപ്രണേഴ്സ് മിക്കവാറും തന്നെ ഫോക്കസ് കൊടുക്കാറില്ല. അവർക്ക് ആകപ്പാടെ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടത്തേണ്ടത് ഈ പറയുന്ന ലീഗൽ ആസ്പെക്റ്റിലാണ്. കൃത്യമായിട്ട് GST ഫയൽ ചെയ്യുക, TDS ഫയൽ ചെയ്യുക, ആനുവൽ ഫയലിംഗ് കൃത്യമായിട്ട് നടത്തുക, ഇത് മാത്രമാണ് ലക്ഷ്യം. അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഡേറ്റകളെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ പറയുന്ന പോലെ തന്നെ അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ്. നമ്മളുടെ ജീവിത ചെലവുകളെ നമ്മൾ മാസാവസാനം വരെ എഴുതി വെക്കാറില്ലേ? അതിനെ കൃത്യമായിട്ട് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് അല്ലെങ്കിൽ ഫുഡ് എക്സ്പെൻസ് എന്ന് ക്ലാസിഫൈ ചെയ്യാറുണ്ടോ? അതിനെ മാസാവസാനം സമ്മറൈസ് ചെയ്തുകൊണ്ട് നമ്മളുടെ എക്സ്പെൻസിനെ അനലൈസ് ചെയ്യാറുണ്ടോ? അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളതിനെ കുറയ്ക്കാനായിട്ട്, ആ എക്സ്പെൻസുകളെ കുറയ്ക്കാനായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാറുണ്ടോ? അതുപോലെ തന്നെയാണ് ബിസിനസ്സിനെ സംബന്ധിച്ചും. കൃത്യമായിട്ടുള്ള ഡേറ്റനെ വെച്ചിട്ട് ആ ഡേറ്റനെ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് അതിനെ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് അതിനെ ഹെഡ് വൈസ് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെ ഹെഡിലാണ് ഓരോ കാര്യങ്ങളും വരേണ്ടത്? അതിന് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ആണോ, അല്ലെങ്കിൽ സാലറി എക്സ്പെൻസ് ആണോ, എംപ്ലോയി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണോ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എക്സ്പെൻസ് ആണോ? ഈ രീതിയിൽ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് ഇതിൻ്റെ അവസാനം ഒരു P&L ആയിട്ടോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ആയിട്ടോ ഒരു സമ്മറൈസ്ഡ് ഡോക്യുമെന്റ് നമ്മുടെ അടുത്തേക്ക് എത്തുകയും അതിനെ അനലൈസ് ചെയ്യുകയും അതിനെ ബേസ് ചെയ്ത് നമ്മളുടെ ബിസിനസ്സിലെ ഡിസിഷൻസ് എടുക്കുന്ന ഒരു സാഹചര്യം ചിന്തിച്ച് നോക്കിയേ. തീർച്ചയായിട്ടും അത് നമ്മുടെ ബിസിനസ്സിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ പലപ്പോഴും ബിസിനസ്സുകാരുടെ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ഇതൊക്കെ കണക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കണക്ക് പൊതുവേ നമ്മളെല്ലാം മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. കണക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങും ബുദ്ധിമുട്ടാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് അക്കൗണ്ടിങ്ങിനെ കൈപ്പിടിയിൽ ഒതുക്കാവുന്നേ ഉള്ളൂ. അത് ചെറുതായിട്ടൊന്ന് പഠിച്ചാൽ മതി. അതിനെക്കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജീവിതത്തിൽ അക്കൗണ്ടിങ് പഠിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഏതൊരു അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാലും അതിനെ അനലൈസ് ചെയ്യാനായിട്ടും അത് ബേസ് ചെയ്തിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ടും എനിക്ക് സാധിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ്, അത് പലപ്പോഴും എനിക്ക് തന്നിട്ടുള്ളത് എക്സ്പീരിയൻസും അതോടൊപ്പം തന്നെ ചില പുസ്തകങ്ങളും അല്ലെങ്കിൽ ബുക്കുകളുമാണ്. അപ്പോൾ നിങ്ങൾക്കും അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഡേറ്റ അനാലിസിസ് എങ്ങനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കേണ്ടത് എന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് അനിൽ ലാംബയുടെ റൊമാൻസിങ് വിത്ത് ബാലൻസ് ഷീറ്റ്. ഈ ബുക്ക് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എങ്ങനെയാണ് ഓരോ അക്കൗണ്ടിങ് പ്രാക്ടീസുകളും ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിനെ ബേസ് ചെയ്ത് ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ് പഠിക്കണമെങ്കിൽ, അക്കൗണ്ടിങ് പ്രാക്ടീസുകളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പുസ്തകങ്ങൾ വായിച്ചാൽ മതിയാവും. അതിലൊന്ന് മാത്രമാണ് ഈ പറയുന്ന അനിൽ ലാംബയുടെ റൊമാൻസിങ് വിത്ത് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ നിർബന്ധമായിട്ട് വായിക്കുക. വായിച്ചിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ അതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക.